പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. പിതാവ് ഭയങ്കരമായ ആധ്യാത്മികതയുടെ ഒരു ആളാണ്. നമുക്ക് എൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ ഒരു വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ രീതിയിലുണ്ട്. ഭയങ്കരമായ 2.5 മാസം ആശുപത്രി കിടന്ന സമയത്ത് എൻ്റെ കുഞ്ഞുനാളിലെ ഔഷപിതാവിൻ്റെ മാലയിലുണ്ട ഒരു മുല്ലപ്പൂ എടുത്തു അപ്പൻ എൻ്റെ വായി വെച്ചതെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് മുതലാണ് എൻ്റെ രോഗം ഇറങ്ങാൻ തുടങ്ങിയത്. 2.5 മാസം ആശുപത്രി കിടന്ന. അപ്പം അതൊക്കെ കണ്ടിട്ട് വളർന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഓരോ സാധനമൊക്കെ വ്യഞ്ചരിച്ച് തരണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ തിരുവസ്തുക്കൾ അകത്ത് വിശ്വാസം പകർന്നു കഴിഞ്ഞാൽ അതൊരു തിരുവസ്തുക്കൾ വിശ്വാസത്തിൻ്റെ മീഡിയമായിട്ട് പ്രവർത്തിക്കും. ദശൊക്കെ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തിരുവസ്തുക്കളില്ലേ, നിറച്ച വസ്തുക്കളൊക്കെ കയ്യിലുള്ളത് സൂക്ഷിക്കണേ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഓർക്കുക. ചിലപ്പോൾ ഇന്നലെ ഓർത്ത നിയോഗം തന്നെ ആയിരിക്കാം ഇന്ന് ഓർക്കണം. അത് കുഴപ്പമൊന്നുമില്ല. അത് ഇന്നത്തേതായിട്ട് ഓർക്കുക. കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. ഇന്ന് പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓർക്കുക. എഴുത്തുകുത്തുകൾ, ഫോൺ വിളികൾ. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നല്ല സെൽഫോണല്ലേ എൻ്റെ അകത്ത് മുഖ്യധാരമായിട്ട് വരണത്. പോകേണ്ട കാര്യമില്ല. എല്ലാം മെസ്സേജ് വരണ മെസ്സേജുകൾ. എല്ലാവരും മെസ്സേജ് നോക്കിയിരിക്കുകയല്ലേ. റിസൾട്ടൊക്കെ വന്ന മെസ്സേജിലൂടെയല്ലേ. അപ്പം അതുകൊണ്ട് മെസ്സേജ് നമ്മുടെ ഫോൺ എപ്പോഴും നമ്മൾ രാവിലെ എടുക്കുമ്പോഴേ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി എടുക്കണം നല്ലതാണ് കേട്ടോ. കാര്യം നമ്മുടെ ജീവിതം ഇന്ന് ഫോണുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകണ ഫോൺ വഴിയാണ്. അതുകൊണ്ട് ഒരേ സമയത്ത് നരകത്തിൻ്റെ സുഖത്തിൻ്റെ വാതിൽ ഫോണാണ്. അത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ പറയണം കേട്ടോ. ആമേൻ പറയുമ്പോഴാണ് ആ പ്രാർത്ഥനയിൽ ആശംസിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നത്.
കർത്താവെ, അങ്ങയുടെ മക്കൾ അവർക്കെല്ലാം അങ്ങയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് ഈശോയെ. അനുദിന അനുഗ്രഹ പ്രാർത്ഥന അന്ന് ഞങ്ങൾക്ക് നൽകാൻ കാരണം എല്ലാവരും കർത്താവിൻ്റെ കാര്യങ്ങൾ കേട്ട് എഴുന്നേൽക്കണം. കർത്താവിൻ്റെ കാര്യങ്ങളിൽ ശക്തി പ്രാപിച്ച് വേണ്ടി ജീവിതത്തിലേക്ക് പോകണം. അങ്ങനെ ഉള്ള യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവ്, മക്കൾ സർട്ടിഫിക്കറ്റുമായി യാത്ര ചെയ്യുന്നവരെ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് അവരുടെ ഹോംവർക്കുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രമാണങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അപേക്ഷകളുമായി യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ആവശ്യത്തിനു വേണ്ടി പോകുന്നവർ നടക്കുമോ ഇല്ലയോ, ചിലർക്ക് അമിതമായ ആത്മവിശ്വാസമാണ് നടക്കുക. അതുകൊണ്ട് ദൈവത്തെ പോലും വിളിക്കാതെ അവരെടുത്ത് ചാടിപ്പോകും. പക്ഷെ അത് നടന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ അവർക്ക് പ്രയോജനപ്പെടാൻ വരും. അതുകൊണ്ട് കർത്താവ്, അങ്ങനെയുള്ള മന്ദബുദ്ധികളും അങ്ങയുടെ തിരുസേന അവരെ തൊഴണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അനുതാപത്തോടെയും വിവേകത്തോടെയും വിവേചനത്തോടെയും ജീവിതത്തിൻ്റെ വിഷയങ്ങളെ ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രത്യേക വരപ്രസാദം അങ്ങനെ മക്കൾ നൽകേണ്ട കർത്താവ്. സർവോപരി വിശ്വാസം അവർക്ക് മക്കൾ നൽകേണ്ട കർത്താവ്. ഒത്തിരി നിരീശ്വരമായ അവർ ദൈവത്തെ കണ്ടെത്താൻ പ്രയാസമുള്ള മക്കളെ അവരവരുടെ വഴികളിലൂടെ പോകുമ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ചൊരു പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുടെ ഈശോയെ, അവരെ എല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവരുള്ള അപകടമായ വഴികൾ, ആധ്യാത്മികമായ അപകടം സംഭവിക്കുന്ന വഴികളിലൂടെ പോകുന്നവരുണ്ട് ഈശോയെ. ആധ്യാത്മിക അപകടം സംഭവിക്കുന്ന ബന്ധങ്ങൾ അറിയാതെ കർത്താവ് കിട്ടിയിരിക്കുന്ന തൽക്കാലം കിട്ടിയിരിക്കുന്ന സുഖവും സന്തോഷവും കാരണം കർത്താവ് പ്രാർത്ഥനാ ജീവിതം മുടക്കിയിട്ട് കർത്താവ് ആരാണ് നമ്മളുമായിട്ട് ഇടപെട്ടിരിക്കണം, അവർ പറയണ മാത്രം കേട്ടിട്ട് അവരുടെ ഒരു കളിപ്പാവേണ്ടി സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അകപ്പെട്ടു പോയവരുണ്ട് ഈശോയെ. പല പല ബന്ധങ്ങളിലും, ദൈവത്തിൽ നിരക്കാത്ത ബന്ധങ്ങളിലും, ആധ്യാത്മികത തകർക്കപ്പെടുന്ന ബന്ധങ്ങളിൽ അകപ്പെട്ടു പോരുണ്ട് ഈശോയെ. മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ. അതുപോലെ മക്കൾ തന്നെ കർത്താവെ ചെയ്യുന്നത് ഇത് വേണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചിന്തിക്കുകയും അതേസമയം തന്നെ പിരിയാവുന്നൊക്കെ വിചാരിക്കുകയും പിന്നെ ഇവർ തന്നെ എന്തെങ്കിലും ഒരു ജഡികമായ ആസക്തിയാൽ പിന്നെ അവരെ വിളിക്കുകയും ചെയ്യുന്ന മൃഗതുല്യമായ ആസക്തിയോടെ സഞ്ചരിക്കുന്ന വ്യക്തിയുണ്ട് ഈശോയെ. ദൈവകൃപ വറ്റിപ്പോയവരുണ്ട് ഈശോയെ. അത് പ്രതിരോധം നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധം നൽകട്ടെ. പൈശാചിക പീഡകൾ, ഭയമുള്ളവർ, വേദനയുള്ളവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. രോഗപീഡിതർ, മാനസിക അസ്വാസ്ഥ്യങ്ങളുള്ളവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, ഷുഗർ കൂടുന്നവർ, ഒരേ രീതിയിൽ തന്നെ കൂടിയ പ്രഷർ നോർമലാകാതിരിക്കുന്നവർ, അവരെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ, സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക പരിഹാരമില്ലാത്തവർ, ആരെങ്കിലും സഹായിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ അടിമകളായി നമ്മൾ പോകേണ്ട ഒരു അവസ്ഥകൾ വരുന്ന രീതിയിൽ അതിൻ്റെ പേരിൽ മാനഹാനി നഷ്ടമാക്കാനും മാനസിക നഷ്ടം അനുഭവിക്കുന്ന മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ ഈശോയെ. കുടുംബത്തിൽ തന്നെ വീട് വിൽക്കാതിരിക്കുന്നവർ, അതുപോലെ തന്നെ വിൽക്കാതെ നിവൃത്തിയില്ല, പക്ഷേ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ തകർച്ചയിലേക്ക് പോകുന്ന വിചാരിച്ചുകൊണ്ട് ആകപ്പാടെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. അവർ തീരുമാനമില്ലാതെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളിലും തീരുമാനം ഉണ്ടാക്കാൻ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് വേദനിക്കുന്ന എല്ലാ വിഷയത്തിനും ദൈവികമായ അടയാളം എത്രയും വേഗം ഉണ്ടായി സാക്ഷ്യം പറയാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാപുത്രൻ പരിശുദ്ധായ സർവ്വശക്തൻ നയിക്കുവാണ്. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ്, 9-ാം അധ്യായം 37-ാമത്തെ വചനം. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ബലഹീനമായ കാര്യം. ശിശുവിനെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. ഏറ്റവും സെഡ് കാര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണല്ലോ ശിശുവിൻ്റെ ഒരു നമ്മുടെ ഇൻട്രാക്ഷനിലൂടെ മനസ്സിലാകണത്. എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതുപോലെ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ചില കുടുംബങ്ങളിൽ അപ്പൻ മരിച്ച് പെങ്ങളെയും മക്കളെയും കൊണ്ട് വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. പെങ്ങൾക്കാണെങ്കിൽ അസുഖമാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ. അപ്പം നമുക്കൊരു ഭാരമായിട്ട് തോന്നും കഴിയും.
ചിലപ്പോൾ നമ്മുടെ ഭാര്യയും മക്കളും ചിലപ്പോൾ സമ്മതിച്ചില്ലെന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ മാറ്റി താമസിക്കും. എന്തായാലും നമ്മുടെ വരുമാനത്തിന് ഭാഗം അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ബലഹീനമായ സാഹചര്യങ്ങളാണ്. അപ്പോൾ എന്താണ് അവരെ സന്ധിക്കുന്ന ഒത്തിരി ആങ്ങളമാരൊക്കെ ഉണ്ട്. എനിക്കറിയാം ഇതുപോലെ ആങ്ങളമാരുടെ തന്നെ ബന്ധുക്കൾ, ഇതുപോലെ ആയിപ്പോയ ബന്ധുക്കളെ രഹസ്യമായിട്ട് പരസ്യമായിട്ട് സഹായിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ സഹായിക്കുമ്പോൾ എന്നിട്ട് പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള നിങ്ങൾ പറയണവർ കേൾക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ അവർ പോകേണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ പോവുകയോ, സംസാരിക്കേണ്ടത് പറഞ്ഞ സ്ഥലത്ത് അവർ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടനെ പോലീസാകും. എന്നാൽ പിന്നെ നിങ്ങൾ ജീവിക്കാൻ കാണട്ടെ, എൻ്റെ കാശ് കൊണ്ട് നിങ്ങൾ ജീവിച്ചത്. നിങ്ങൾ പറയണ പോലെ പോയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അപ്പോൾ അത് കുത്തിത്തിരിക്കാനും അതിൻ്റെ അകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാനും ജീവിത പങ്കാളി വരും. അപ്പോൾ എങ്ങനെ ഇരിക്കണം കണ്ടില്ല, അവരവരുടെ രീതിയിൽ പോകും. നിങ്ങൾ പറഞ്ഞതും കേൾക്കാതെ നിങ്ങളുടെ കാശ് മാത്രം മതി, അപ്പോൾ അവർ കുത്തിത്തിരിക്കും. എൻ്റെ മക്കൾ, ഇതെല്ലാം ശൈശവ സമയമാണ്. മനുഷ്യന്മാരുടെ നിവർത്തികേടുകൾ. ശിശു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നിവർത്തികേടിനും കൈയും കാലും വെച്ചേക്കുന്ന സംഭവമാണ് ശിശു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തെയും വ്യക്തികളെയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്കൊരു റിട്ടേൺസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഭാരങ്ങൾ നമുക്ക് പ്രയോജനമില്ലാത്ത, നമുക്ക് തൽക്കാലം നേരിട്ട് ഉത്തരവാദിത്തമില്ലാത്ത എന്തെങ്കിലും ഭാരങ്ങൾ മക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ, വ്യക്തികളുടെ ഉത്തരവാദിത്തം എടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഈശോ പറയണത് എൻ്റെ നാമത്തെ എടുത്തോളാം, എൻ്റെ അക്കൗണ്ടിലേക്ക് വരാനാണ്. എനിക്കിതൊക്കെ ഇതിൻ്റെ ഗുട്ടൻസൊക്കെ പണ്ട് വരെ അറിയാവുന്നതാണ് ഈ വചനം. അപ്പം എന്നോട് ഈശോ പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഞാനതുകൊണ്ട് ഇന്ന് എങ്ങനെ വ്യാഖ്യാനിച്ച് കൊടുക്കത്തുള്ളൂ. എന്താണ്? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ടാക്സേഷൻ ഉണ്ടാകുന്ന, നിങ്ങൾക്ക് നികുതിയായി വരുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വരുമാനമോ പ്രത്യേക ഗുണങ്ങളോ ഒന്നും ഇല്ലാതെ വരുന്ന വിഷയങ്ങൾ, റിട്ടേൺസ് ഇല്ലാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പം തന്നെ എന്നിട്ട് നിങ്ങൾ അവരോട്, ചിലപ്പോൾ നിങ്ങളുടെ അധ്വാന ഫലം കൊണ്ട് അവർ ജീവിക്കണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞവർ കേൾക്കത്തില്ല. അവർ മനഃപൂർവ്വമല്ല, അവർ മനുഷ്യരല്ലേ. അപ്പം അത് മനസ്സിലാക്കി ക്രിസ്തു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. ക്രിസ്തുവിൻ്റെ നാമത്തെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പത്രോസ് സാബത്ത് ദിവസം അവിടുന്ന് കണ്ടവൻ്റെ പറമ്പിൽ നിന്ന് ഗോതമ്പ് മണി എടുത്ത് കഴിച്ചു. പശേര് അവരെ തൊണ്ടക്ക് പിടിച്ചു. അത് ഈശോനെ അവരെ വെച്ച് അപമാനിച്ചു. അപ്പോൾ പത്രോസ് വിചാരിച്ചു ഈശോ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുമെന്ന്, പറഞ്ഞു വിടുമെന്ന്, ഡിസ്മിസ് ചെയ്യുമെന്ന്. ഈശോ ആ കാര്യമില്ല, ഈശോ ഇത് മൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് പറയും ആ സാരമില്ല, ദാവീദൊക്കെ എന്താ ചെയ്തത്? വിശന്നപ്പോൾ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈശോ വിശപ്പിനെയാണ് പ്രാധാന്യം കൊടുത്തത് അവിടെ, അല്ലാതെ നിയമത്തിനല്ല. എന്ന് വെച്ചാൽ സാബത്ത്. അപ്പോൾ വിശപ്പ് സാബത്തിനേക്കാളും നിയമ സംവിധാനത്തെക്കാളും അപ്പുറത്താണെന്ന് എൻ്റെ അർത്ഥം. അത് അഡ്രസ്സ് ചെയ്യേണ്ടി വരും, സഭയായാലും ആരായാലും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമുക്ക് റിട്ടേൺസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ കുത്തിത്തിരിക്കും. വല്ല പ്രയോജനമുണ്ട്? എന്ത് കാര്യമുണ്ട്? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടിട്ട് നിങ്ങളവിടുന്ന് മാറി വയ്ക്കണം. അത് കേൾക്കേണ്ടതെന്ന് ചെയ്യണം. നിങ്ങൾ കേൾക്കണ്ടില്ലെങ്കിൽ പറയാവുന്നവർ പറയും. പക്ഷെ അതെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കി എടുത്തിട്ട് കുരിശ് കൃപയാക്കണം. ക്രിസ്തുവിൻ്റെ നാമത്തിലാക്കി കഴിഞ്ഞാൽ ഉടനെ കുരിശ് കൃപയായി വരും. എത്ര കള്ളന്മാർ കുരിശത്ത് തൂങ്ങി, എന്നിട്ട് അതൊന്നും കൃപയായില്ലല്ലേ? ക്രിസ്തു തൂങ്ങിയോണ്ടല്ലേ കുരിശ് കൃപയായത്. അപ്പം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു കുരിശെടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപയായിട്ട് മാറും. അങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത, നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലാത്ത, നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത എല്ലാ വിഷയങ്ങളും, വ്യക്തികളും, സംഭവങ്ങളും ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുത്തുകൊണ്ട് കൃപ നിറയാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എൻ്റെ മക്കളോട് പറഞ്ഞിരിക്കണത് എന്താണ്? ഉടമ്പടി എന്ന് പറയണത് ബേസിക്കായിട്ട് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത് ആധാരം. ഇപ്പം നമ്മുടെ സ്ഥലത്തിനൊക്കെ ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഉടനെ ചോദ്യം എന്താണ്? എന്ത് ആധാരം എന്ന് ചോദിക്കും. എന്താണ് അതിന്? സ്ഥലത്തിന് നമ്മൾ ആധാരം എന്നാണ് പറയണത്. ഇപ്പം നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് പറഞ്ഞാൽ എന്താണ് ആധാരം? അതിനാണ് ആധാർ കാർഡ് എന്ന് പറയണത്. ബേസ്മെൻ്റ് എന്താണ്? അതിൻ്റെ അടിസ്ഥാനം എന്താ? നിങ്ങൾ ഇന്ത്യക്കാരനാണ്, അടിസ്ഥാനം എന്താണ്? കാർഡ് കാണിക്കാം, നമുക്ക് ആധാർ കാർഡ് കാണിക്കാം.
അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സ്ഥലം നിങ്ങളുടെ സ്ഥലമാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാരം. അപ്പോൾ നമുക്ക് ആധാരമുണ്ട് അതിന്. ഉടമ്പടി ആധാരം എന്താ? ഉടമ്പടി ആധാരം എന്താ? നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ ദൈവമായിട്ട്? അപ്പോൾ അതിൻ്റെ ആധാരം എന്താ? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കണമെന്നുള്ളതിന് നിർബന്ധം എന്താ? ഞാൻ ആ വാഗ്ദാനത്തിന് പറ്റുന്ന രീതിയിൽ അതിൻ്റെ നിബന്ധനകളെ പാലിക്കുന്നുണ്ട്. അതാണ് സംഭവം. സിമ്പിളല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉടമ്പടി അവലംബം എന്താ? ആ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങൾക്ക് കിട്ടണമെന്ന് എന്താ നിർബന്ധം? അത് ഞാൻ നിബന്ധനകൾ പാലിക്കുന്നുണ്ട്. അതാണ് വിഷയം. അതാൽ നിബന്ധനകൾ പാലിച്ചാൽ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുമെന്നും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ കരയറ്റുവാൻ ഈ ആരാധനയിലൂടെ പ്രത്യേകം കരുണയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചാൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജീവനെ സ്വന്തമേ, സങ്കീർത്തനം 56-57 തിരുവചനങ്ങൾ. 119-56 തിരുവചനങ്ങൾ. അങ്ങയുടെ കൽപ്പനകൾ അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. കർത്താവാണ് എന്റെ ഓഹരി. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഉടമ്പടിയിൽ വരുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം വരുന്നുണ്ട്. ദൈവത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊള്ളാമെന്ന് നമ്മുടെ വാഗ്ദാനമുണ്ട്. കർത്താവിൻ്റെ കാലം വരുമ്പോഴേയും ആ ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ ഡിമാൻഡ്സ് മാറ്റണില്ല. കർത്താവ് അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യണത്. അതിനെന്താ 15:7 വായിച്ചേ? യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അവൻ പറയണത് പോലെ ചെയ്യുന്നത് എന്താണ്? ആ ചെയ്യുന്നത് ഒരു പ്രത്യേക ഇൻസിഡന്റിന് വേണ്ടി നമുക്ക് വേണ്ടി ലൊക്കലൈസ് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചു പോകുന്ന ഒരു മിനിമം പരിപാടിയുമായിട്ട് പോകാൻ പറ്റും. പക്ഷെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുണ്ട്. എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ് ഈ 15:7 പറയണത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളിൽ എന്നെ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ളത് എന്ത് ചോദിക്കാം? 6 കാര്യമല്ല 60 കാര്യം ചോദിക്കാം ദൈവത്തോട്. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? വചനത്തിൽ നിങ്ങളെ നിലനിൽക്കണം. അപ്പോൾ ഈ ആഴ്ച നിലനിന്ന് അടുത്ത ആഴ്ച നിങ്ങളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഉടമ്പടി ബ്രേക്ക് ആകും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ആഴ്ച നമ്മൾ നിലനിൽക്കും, അടുത്ത ആഴ്ച അത് എപ്പോഴും ഉടമ്പടിയുടെ പഠനങ്ങളുടെ ഏറ്റവും പ്രധാന കണ്ടിന്യൂറ്റി, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഉടമ്പടിയിൽ ഇപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ ഈ വെള്ളമൊക്കെ അടിക്കുന്ന ആളാണ്, ഇപ്പോൾ കൊച്ചിന് എൻ്റെ മകന് കാനഡയിൽ പോയി അവൻ്റെ വിസ PR കിട്ടാൻ വേണ്ടി ഞാനിനി കുറച്ച് നാളത്തേക്ക് വെള്ളമടിക്ക് നിർത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഉടമ്പടി വഴങ്ങത്തില്ല. നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ ഇതുപോലെ ഇച്ഛ വരപ്പിക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം അതുകൂടി കവർ ചെയ്താൽ പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം, പക്ഷേ എന്താ പ്രശ്നം? വചനത്തിൽ നിങ്ങളെ കണ്ടിന്യൂറ്റി നിലനിൽക്കണം.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കാൻ അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ഇവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചരണങ്ങൾ നൽകണത്. എന്താണ്? ഓരോ തരത്തിലുള്ള ഗൃഹപാഠങ്ങൾ നൽകും ഇല്ലേ? പത്രം കൊടുക്കാൻ പറയും, രോഗികളെ പോയി കാണാൻ പറയും. അതെന്തിനാണ് ഗൃഹപാഠങ്ങൾ നൽകണത്? അതെല്ലാം എല്ലാം ഉദ്ദേശിച്ച് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങൾ ആ ഒരു വിഷയത്തിന് വേണ്ടി വിഷയബന്ധിയായിട്ട് ചെയ്യും. അതൊന്ന് ഈ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിഷയബന്ധിയാകുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഭയങ്കരമാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എപ്പോഴും വിഷയബന്ധി അല്ല. കാരണം നിങ്ങളുടെ IELTS-നോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനോ കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനോ ഉള്ള വിഷയമായിട്ട് ബന്ധിയല്ല പ്രേക്ഷിത പ്രവർത്തനം. പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയല്ല. പലർക്കും പറയുന്ന അബദ്ധം അവിടെയാണ്. അവർ വിഷയബന്ധിയായിട്ടാണ് എന്താണ് ഞാനിങ്ങനെ പത്രം കൊണ്ട് കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എനിക്ക് അതെന്താ ഉദ്ദേശിക്കണം? അവർക്ക് PR കിട്ടണം, അല്ലെങ്കിൽ അവിടെ വസ്തു വിറ്റ് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് വീട് വെക്കണം. അതിന് വേണ്ടി അവർ ചെയ്യണം. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം വിഷയബന്ധിയായി പോകും. അപ്പോഴേ ഡ്രൈവ് വരും. എന്താ ചെയ്യേണ്ടത്? പ്രേക്ഷിത പ്രവർത്തനം എന്ത് ചെയ്യണം? വ്യക്തിബന്ധിയായിരിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി തെറ്റുവരാൻ സാധ്യതയുള്ളത് അതിനാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വ്യക്തിബന്ധിയായിരിക്കണം. എന്താ കാര്യം? കർത്താവിൻ്റെ കൽപ്പനയാണ് ഇതെല്ലാം എങ്കിലും ആ കൽപ്പന പാലിക്കണത് ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവനാണ് എൻ്റെ കൽപ്പന. അതാണ് വിഷയം. യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആരാണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോഴേ ആരാണ് അവൻ പറയണ പോലെ ചെയ്യണത്? എന്നെ സ്നേഹിക്കുന്നവനാണ്. യോഹന്നാൻ 14:23 ഇതിന്റെ ഫണ്ടമെന്റൽ വചനമാണ്. എന്താ കാര്യം പറഞ്ഞേ? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോഴേ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുന്നതാണെങ്കിലും ഈ അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആ ചെയ്ത്തില്ലേ, ആ കർമ്മം അടിസ്ഥാനപ്പെടുത്തിയിരിക്കേണ്ടത് വിഷയബന്ധിയായിട്ടല്ല. ആ കർമ്മം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ വിഷയം സാധിക്കണമെന്നുള്ളതിനെ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിൻ്റെ ബേസ്മെൻറ്റ് എന്താണ്? എന്നെ സ്നേഹിക്കുന്നവനെന്നാണ് കിടക്കുന്നത്. അവൻ പറയുന്ന പോലെ ചെയ്യണത് ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ദൈവസ്നേഹമാണ് വേണ്ടത്. അതാണ് വിഷയം. അതെപ്പോഴും ഓർത്തേക്കണം കേട്ടോ. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ആദ്യം ഓർക്കണം. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ ഉടനെ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓഫർ ലെറ്റർ വന്നാന്നല്ല നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഞാനീ ചെയ്യണത് ഔട്ട് ഓഫ് ലവ് ആണോ, ദൈവസ്നേഹത്തോടെയാണോ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവസ്നേഹത്തോട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള അനുഗ്രഹം വരണത് വൈ ദ വെരി പ്രസൻസ് ആയിട്ടാണ് വരണത്. ഇപ്പം നിങ്ങൾക്ക് മഴവില്ല് കാണണം, നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കണം എന്നൊക്കെ ആർക്കാണ് കൊതിയില്ലാത്തത്? അതെല്ലാം പ്രസൻസിൻ്റെ ഇഫക്റ്റാണ്. ജോൺ പോൾ മാർപ്പാപ്പ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ജോസഫ് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നില്ലേ? അതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയുടെ രീതിയിലുള്ള ഓരോ പ്രസൻസാണ്. പക്ഷേ ഈ പ്രസൻസിലേക്ക് വരണത് എങ്ങനെയാണ്? അതായത് ആ 14:26 തന്നെ അതിൻ്റെ വചനം. അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും അതുവഴി എൻ്റെ വചനങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കും. അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ പ്രസൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കുകയോ മഴവില്ല് കാണുകയോ സ്വപ്നം കാണുകയോ ദർശനം കിട്ടുകയോ ചെയ്യും. അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസൻസിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്യണം. ആ വചനം ഒന്നൊരു വായിച്ചേ.
എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അതാണ് സാന്നിധ്യം എന്ന് പറയണത്. അതാണ് സാന്നിധ്യം എന്ന് പറയണത്. ഇപ്പം അവനെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയണത്, നമുക്ക് ഒരിക്കലും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഒരു വഴിപിരിയൽ വരണത്. അവിടെ വെച്ച് വഴിപിരിയും. നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് പിശാചെ കയ്യെ പിടിച്ച് നടക്കാൻ പറ്റത്തില്ല. വീടില്ലേ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടേക്ക് ദ ബെഡ് അപ്പോൾ ദൈവത്തെയും മാമോനെയും ശ്രദ്ധിക്കട്ടെ. മത്തായി 6:24. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ കിടക്കണ ചട്ടിക്കലോ പ്രശ്നം. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് സോപ്പിട്ട് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളെ മയക്കി നിങ്ങളെ കാര്യങ്ങൾ പറയണമെന്നില്ല. കറക്റ്റ് ഡയറക്റ്റാണ്. ഇതിൻ്റെ അകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. കർത്താവ് പച്ചക്ക് കാര്യം പറഞ്ഞൊക്കെയാണ്. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക. 2 അധികാര സാധ്യതയില്ല. നിങ്ങളെ ശക്തിയുടെ സങ്കല്പങ്ങളിൽ ക്രിസ്തു അല്ലാതെ വേറൊരു ശക്തി സങ്കല്പം വന്നാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതിനകത്ത് വേറെ ചാൻസ് ഇല്ല. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ബോധം ഉണ്ടാകണം. ഈ വിഷയത്തിലെല്ലാം കൃത്യമായ ബോധമുണ്ട്. എന്താ കാര്യം? അതായത് സുവിശേഷ വിഹിതമായിട്ടാണ് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ക്രിസ്തു അവലംബിയാണ്, നോ ഡൗട്ട്. ആ ക്രിസ്തു അവലംബി ആയതുകൊണ്ട് തന്നെ നിൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ച വേറെ ഒരാൾ ക്ലെയിം ചെയ്യുന്നില്ല ഈ ലോകത്ത്. അതാണ് എൻ്റെ വിഷയം. ഞാൻ നിനക്ക് പകരക്കാരനായിട്ടാണ് മരിച്ചത്. നിൻ്റെ പാപത്തിൽ ഇപ്പം ഞാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ ഞാൻ പോകുന്നു, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. യോഹന്നാൻ 8:21. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. യേശുവിനെ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ മരണമാണ്. അത് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, കൃത്യമായിട്ട് ഉടമ്പടി പറയുന്നുണ്ട്. എന്താ കാര്യം? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്. അതാണ് വിഷയം. ക്രിസ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉറക്കെ ഭൗതികമായ ആനുകൂല്യങ്ങളും ധരിക്കരുത്. അതൊക്കെ ഇതിൻ്റെ ആദ്യത്തെ ABCD പരിപാടികളൊക്കെയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിൻ്റെ പാപത്തിന് നീ മരിക്കുന്നതിന് പകരമായിട്ട് മരിച്ചത് ഞാനാണെന്ന് വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല. ക്രിസ്തുവിൻ്റെ കാലം വരെ ക്ലെയിം ചെയ്തിട്ടില്ല, ക്രിസ്തുവിന് ശേഷവും ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പോൾ നിൻ്റെ പാപത്തിന് നീ നിത്യമായി മരിക്കേണ്ട സാധ്യതയ്ക്ക് അതിന് തടഞ്ഞു നിർത്തിക്കൊണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ ഒത്തിരി പേര് അമേരിക്ക കണ്ടുപിടിക്കാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ സമുദ്രത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വലിയ മലയിൽ അവിടെ നോ മോർ ബിയോണ്ട് എന്ന് എഴുതി വെക്കും. കപ്പലുകാരെല്ലാം തിരിച്ചു പോകും. കാര്യം ഒരു മലയിൽ അപ്പുറത്തേക്ക് നമ്മുടെ കടലിലൂടെ പോയി കഴിഞ്ഞാൽ അപകടങ്ങളാണ്. കടൽ പിശാചുക്കളെ കൊന്നുകളെയും പിടിച്ച്. അതുകൊണ്ടാണ് നോ മോർ ബിയോണ്ട്, ഇനി പോകരുതെന്ന് എഴുതും. അപ്പോൾ കൊളംബസ് ആണ് ആ മലയും നോ മോർ ബിയോണ്ട്, ഇനി മുന്നോട്ട് പോകരുത് എഴുതിയിട്ടും പുള്ളിയുടെ പാക്കപ്പൽ പുള്ളി ഓടിച്ചു പോയി അമേരിക്ക കണ്ടുപിടിച്ച്. ഇന്ത്യയാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ അമേരിക്ക കണ്ടുപിടിച്ച് തിരിച്ചു വന്നിട്ട് ആ നോ വെട്ടിക്കളഞ്ഞ്. എന്താ കളഞ്ഞത്? എന്നിട്ട് അപ്പോൾ എന്താ ബിയോണ്ട്, മോർ ബിയോണ്ട്, ഇനിയും പോകാമെന്ന്. ഇതാണ് ക്രിസ്തു ചെയ്തത്. ക്രിസ്തുവിൻ്റെ കാലം വരെ മനുഷ്യൻ മരണത്തോട് തീരുകയാണ്. ക്രിസ്തുവിൻ്റെ കാലം മരണത്തിൽ ജയിച്ച് ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നോ മോർ ബിയോണ്ടിനെ നോ പോയി, മോർ ബിയോണ്ടായി. ജീവൻ്റെ ഈ ഭൂമിയുടെ ജീവിതത്തിന് ശേഷവും ജീവിതമുണ്ട്. അതാണ് അവൻ ജീവനെ പുനരുദ്ധരിച്ചു എന്ന് പറയണത്. ആ ജീവനെ പുനരുദ്ധരിച്ചു. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? നിത്യജീവനാണ്.
അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായ ആദ്യ രുചികളാണ് നമ്മൾ അനുഭവിക്കുന്ന ആദ്യ രുചികളില്ലേ. ഞാൻ ഈ ഉടമ്പടിയിലെ നിങ്ങളുടെ എല്ലാ ഭൗതിക സാക്ഷ്യങ്ങളെയും വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഫസ്റ്റ് ടേസ്റ്റ് എന്ന് പറയും. ഫസ്റ്റ് ലവ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടേസ്റ്റ്. എന്താണ് ഫസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആദ്യ രുചികൾ നിത്യതയുടെ മുന്നാസ്വാദനം വെച്ചുള്ള ആദ്യ രുചികളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പം ചിലർക്ക് നല്ല ആഴമായ ദൈവ സ്നേഹം കിട്ടും. അവർ പിന്നെയും മുന്നോട്ട് പോകും, ക്രിസ്തുവിൻ്റെ കൂടുതൽ അറിയുന്നതിന് വേണ്ടി മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ആണ് പിന്നീട് നിത്യജീവനിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ തിരുവുദ്ധാനത്തോട് ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളായതുകൊണ്ടാണ് ഈശോ ഇതിലൂടെ ഇങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ വലിയ വചന രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഞങ്ങൾ